ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആർട്സോണ്ട മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ചായില്ലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബേബി നെയിം റിവീലിംഗ് ബോക്സിൻ്റെ കുറച്ച് ഓർഡേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു തിരക്ക് കാരണമാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നെയിം റിവീലിംഗ് ബോക്സ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഹാർട്ട് ഷേപ്പിൽ 12 ഇഞ്ച് സൈസിലുള്ള ഒരു റിവീലിംഗ് ബോക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ ഞാൻ A3-യിലാണ് കേട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. കുഞ്ഞിൻ്റെ നെയിമിന് മാച്ചായിട്ട് ഈ ഒരു തീം മതി എന്ന് പറഞ്ഞ് കസ്റ്റമർ അയച്ചെന്ന ഡിസൈൻ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻ്റ് വരുന്നത് സ്റ്റിക്കർ പ്രിൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്കിത് ആ ഒരു ഹാർട്ട് ഷേപ്പിന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത് ആ ഒരു ഹാർട്ട് ഷേപ്പിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോം ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. 4 mm തിക്നെസ് ഉള്ള ഫോം ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റിക്കർ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒട്ടിക്കുമ്പോൾ ബബിൾസ് ഒന്നും വീഴാതെ നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഒട്ടിച്ചെടുക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. താഴത്തെ കൂർത്ത ഭാഗം ആദ്യം ഒട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ചായിട്ട് വലിച്ചൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. ഇതല്ലാതെ അടിഭാഗത്ത് പേപ്പർ ഫുള്ളായിട്ട് മാറ്റിയിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ക്ലോത്ത് വെച്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ ബബിൾസ് ഇല്ലാതെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ കൈ വെച്ച് ചെയ്യുമ്പോൾ ബബിൾസ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ബബിൾസ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിച്ചത് വീണ്ടും പറിച്ചൊട്ടിക്കുമ്പോൾ പിന്നെ ഈ ഒരു നീറ്റ്നെസ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ആ ഒരു പ്രിന്റ് നമ്മൾ ഫോം ബോർഡിലേക്ക് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇത് ആ ഒരു ഹാർട്ട് ഷേപ്പിന് കറക്റ്റായിട്ട് വീണ്ടും കട്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നോർമൽ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൈഫ് ഉപയോഗിച്ചാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആ ഒരു ഹാർട്ട് ഷേപ്പിന് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഫോം ബോർഡ് തന്നെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള വീതിക്ക് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫോം ബോർഡ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോം ബോർഡിന് 2 വശങ്ങളുണ്ട്. ഒരു സൈഡ് നമുക്ക് ഇതുപോലെ വളച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ വളക്കാൻ പറ്റില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഫോം ബോർഡ് വാങ്ങിക്കുമ്പോൾ കുറച്ച് ലെങ്ത്തുള്ള ബോർഡ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒറ്റ പീസായിട്ട് സൈഡ് ബോർഡർ ചെയ്തെടുക്കാം. സൈഡ് ബോർഡർ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പ്ലസ് കിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടുതലും സൈഡ് ബോർഡർ കളറാണ് കേട്ടോ കൊടുക്കാറുള്ളത്. ബേബി ഗേൾ ആണെങ്കിൽ പിങ്ക്, ബോയ് ആണെങ്കിൽ ബ്ലൂ, ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. അത് കൂടാതെ ഡ്രസ് കോഡ് കളർ ഉണ്ടെങ്കിൽ ആ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഉള്ളിൽ വരുന്ന തീം കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ചാണ് വൈറ്റ് ബോർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗം സ്ട്രെയിറ്റ് കട്ട് ചെയ്യാതെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓപ്പോസിറ്റ് സൈഡ് കൂടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഹാർട്ട് ഷേപ്പിൻ്റെ എൻഡ് ഭാഗം ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചരിച്ച് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് ചേർത്ത് 2 സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ശേഷം അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗവും ഈ ഒരു രീതിയിൽ ചെരിച്ച് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബോർഡർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയി ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഞാൻ ഫ്ലെക്സ് കിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഫ്ലെക്സ് കിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ടിൽ ഡിസൈനുള്ള ഭാഗത്ത് ഒലിച്ചിറങ്ങുകയാണെങ്കിൽ അത് ബോറായി പോകും. അപ്പോൾ നമ്മൾ ബോർഡർ ഇവിടെ സെറ്റായിട്ട്. ഇനി നമുക്ക് തെർമോകോൾ ബോൾസ് വീഴാനുള്ള ഹോൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് വേണ്ട സൈസിൽ നൈഫ് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിൽ ഹോൾ ഇട്ട് കൊടുക്കാം. പക്ഷെ 2 സൈഡും ഒരുപോലെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവുക. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് ഭാഗം കവർ ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ അക്രലിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 2 mm തിക്നെസ്സിൽ വരുന്ന അക്രലിക് ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അക്രലിക് ഷീറ്റ് അവൈലബിൾ അല്ലാത്തവർക്ക് നോർമൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അക്രലിക് ഷീറ്റിന് പകരം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് വെക്കുക. ശേഷം സെലോ ടേപ്പ് ഉപയോഗിച്ച് നല്ല ടൈറ്റിൽ വലിച്ചൊട്ടിച്ച് കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. അക്രലിക് ഷീറ്റും നമുക്ക് ഫ്ലെക്സ് കിക്ക് വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട്
നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിബൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോർഡർ വൈറ്റ് കളർ ആയതുകൊണ്ട് വൈറ്റ് കളറിലുള്ള റിബൺ വെച്ചിട്ടാണ് ഊക്ക് വെച്ച് കൊടുക്കുന്നത്. അത് കൂടാതെ ഡബിൾ സൈഡ് സ്റ്റിക്കർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ തെർമോകോൾ ബോൾസ് വീഴുന്ന ആ ഒരു ഭാഗത്ത് റിബൺ വെച്ച് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെയിം വൈറ്റ് കളർ റിബൺ ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഉള്ളിൽ വരുന്ന ഭാഗത്താണ് റിബൺ ഒട്ടിച്ച് കൊടുക്കുന്നത്. ശേഷം പുറത്തോട്ട് കുറച്ച് ലെങ്ത്തിൽ റിബൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുള്ള ആ ഒരു റിബൺ വലിക്കുമ്പോൾ ഓപ്പൺ ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തെർമോകോൾ ബോൾസ് ഫില്ല് ചെയ്യാം. ഞാൻ ഇതുപോലെ ചാക്കായിട്ടാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും ഇങ്ങനെ ചാക്കായിട്ട് വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടി ലാഭം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബോക്സ് ഇതിലോട്ട് കടത്തി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബോൾസ് പുറത്ത് വീഴാതെ ചെയ്തെടുക്കാം. തെർമോകോൾ ബോൾസ് പുറത്ത് വീണാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്കിൽ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് വീണ് പോകാതിരിക്കാൻ ഇതിന്റെ മുകളിൽ മാസ്കിംഗ് ടാപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ നെയിം റിവീലിംഗ് ബോക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നെയിം മാത്രമേ ഉള്ളെങ്കിൽ പോലും കസ്റ്റമറുടെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അവരുടെ ഫംഗ്ഷൻ ഓൾറെഡി കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ തെർമോകോൾ ബോൾസ് വെച്ച് നെയിം റിവീലിംഗ് ചെയ്യുമ്പോൾ താഴെ ഒരു ക്ലോത്ത് വെക്കുകയാണെങ്കിൽ, കോട്ടൺ ക്ലോത്ത് വെക്കുകയാണെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നെയിം റിവീലിംഗ് ബോക്സ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ആർട്സ് ഓൺ ബൈ ശ്രുതി എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള കാര്യം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒരു സ്മൈൽ എങ്കിലും കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.